2024. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-24 അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങൾ. ന്യായാധിപ സംഘം യേശുവിനെ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം: പീലാത്തോസിൻ്റെ അടുത്തേക്ക്. യേശുവിനോട് നീ യഹൂദരുടെ രാജാവാണോ എന്ന് ആരാണ് ചോദിച്ചത്? ഉത്തരം: പീലാത്തോസ്. ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും ആരാണ് പറഞ്ഞത്? ഉത്തരം: പീലാത്തോസ്. ഗലീലിയക്കാരനായ യേശുവിനെ പീലാത്തോസ് ആരുടെ മുൻപിലേക്കാണ് അയച്ചത്? ഉത്തരം: ഹെറോദേസിൻ്റെ മുൻപിലേക്ക്. പടയാളികളോട് ചേർന്ന് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തത് ആരാണ്? ഉത്തരം: ഹെറോദേസ്. യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ച അന്ന് മുതൽ ആരൊക്കെയാണ് പരസ്പരം സ്നേഹിതന്മാരായി തീർന്നത്? ഉത്തരം: പീലാത്തോസും ഹെറോദേസും. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവൻ ആരായിരുന്നു? ഉത്തരം: ബറാബാസ്. യേശുവിനെ കൊണ്ടുപോകുമ്പോൾ ആരെ പിടിച്ചു നിർത്തിയാണ് യേശുവിൻ്റെ കുരിശ് ചുമന്ന് പുറകെ വരുവാനായിട്ട് അവർ നിർബന്ധിച്ചത്? ഉത്തരം: ശിമയോനെ. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല എന്ന് യേശുവിനെ കുറിച്ച് ആരാണ് പറഞ്ഞത്? ഉത്തരം: പീലാത്തോസ്. എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ജെറുസലേം പുത്രിമാരോട്. യേശുവിനെ എവിടെയാണ് കുരിശിൽ തറച്ചത്? ഉത്തരം: തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത്. യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ എന്താണ് ചെയ്തത്? ഉത്തരം: കുറിയിട്ടു. കുരിശിൽ തറച്ച യേശുവിൻ്റെ അടുത്ത് പടയാളികൾ വന്ന് അവന് എന്തു കൊടുത്താണ് യേശുവിനെ പരിഹസിച്ചത്? ഉത്തരം: വിനാഗിരി. യേശു ഉച്ചത്തിൽ ആരോടാണ് നിലവിളിച്ചത്? ഉത്തരം: പിതാവിനോട്. ആലോചന സംഘത്തിലെ അംഗമായ ജോസഫ് ഏത് പട്ടണത്തിൽ നിന്നുള്ളവനായിരുന്നു? ഉത്തരം: അരിമത്തിയാക്കാരൻ. പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചത് ആരായിരുന്നു? ഉത്തരം: അരിമത്തിയാക്കാരൻ ജോസഫ്. തയ്യാറാക്കി വച്ചിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് ആരൊക്കെയാണ് പോയത്? ഉത്തരം: മഗ്ദലേന മറിയവും യോവാനയും യാക്കോബിൻ്റെ അമ്മയായ മറിയവും. യേശുവിൻ്റെ കല്ലറയിലെത്തിയ സ്ത്രീകൾ അവിടെ ആരെയാണ് കണ്ടത്? ഉത്തരം: തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേരെ. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് എന്ന് സ്ത്രീകളോട് ആരാണ് പറഞ്ഞത്? ഉത്തരം: ദൈവദൂതന്മാർ. യേശു ഉയർപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ് അപ്പസ്തോലന്മാരിൽ ആരാണ് ഏറ്റവും ആദ്യം കല്ലറയിലേക്ക് ഓടിയെത്തിയത്? ഉത്തരം: പത്രോസ്. യേശു ഉയർപ്പിക്കപ്പെട്ട ദിവസം ശിഷ്യന്മാരിൽ 2 പേർ എങ്ങോട്ടേക്കായിരുന്നു പോയത്? ഉത്തരം: എമ്മാവൂസിലേക്ക്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്തത് ആരാണ്? ഉത്തരം: യേശു. ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന് യേശുവിനോട് ചോദിച്ച ശിഷ്യൻ്റെ പേര് എന്താണ്? ഉത്തരം: ക്ലെയോപ്പാസ്. യേശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ആരാണ് എന്നാണ് ക്ലെയോപ്പാസ് പറഞ്ഞത്? ഉത്തരം: പ്രവാചകൻ.
മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം യേശു ആർക്കാണ് വ്യാഖ്യാനിച്ചു കൊടുത്തത്? ഉത്തരം: എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു വിശുദ്ധ ലിഖിതം വിശദീകരിച്ചപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം: അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം: ശിമയോന്. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ എന്തു ചെയ്തു? ഉത്തരം: അവർ ഭയന്നു വിറച്ചു. വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കാൻ തക്കവിധം യേശു എന്താണ് ശിഷ്യന്മാരോട് ചെയ്തത്? ഉത്തരം: അവരുടെ മനസ്സ് തുറന്നു. പാപമോചനത്തിനുള്ള അനുതാപം യേശുവിൻ്റെ നാമത്തിൽ എവിടെയാണ് ആരംഭിച്ചത്? ഉത്തരം: ജെറുസലേമിൽ. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരെ എവിടെ വരെയാണ് കൂട്ടിക്കൊണ്ടുപോയത്? ഉത്തരം: ബഥാനിയ വരെ. യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തത്? ഉത്തരം: അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഏത് സ്ഥലത്ത് വെച്ചാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്? ഉത്തരം: ബഥാനിയായിൽ വെച്ച്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും എവിടെയാണ് കഴിഞ്ഞുകൂടിയത്? ഉത്തരം: ദേവാലയത്തിൽ.